ഹലോ ഗൈസ്, വിഷു ആഘോഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ വീട്ടിലെ വിഷു, ഹസ്ബൻഡിൻ്റെ വീട്ടിലെ വിഷുവും കൂടെ കോർത്തിണക്കിയ ഒരു ബിഗ് വിഷു വ്ളോഗാണ്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ കണിക്കൊന്ന പറിച്ചേക്കാണ്. ഇപ്രാവശ്യം വളരെ നേരത്തെ പൂവിട്ടത് കൊണ്ട് വളരെ ഉയരത്തിലാണ് ഇപ്പോൾ ഉണ്ടായത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് എല്ലാവരും കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ കൊന്നൊക്കെ പറിച്ചു വെച്ചു. പിന്നെ രാത്രി 8 മണി ആയപ്പോഴേക്കാണ് ഞങ്ങൾ നെയ്യപ്പം ചുട്ടെടുക്കുന്നത്. അപ്പം ഉച്ചയ്ക്ക് മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നെയ്യപ്പ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചു. രാവിലെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ കണിയെല്ലാം വെച്ചു. അതിനുശേഷം പൂപ്പി ഇതാ കണി കാണാൻ എത്തിയിട്ടുള്ളതാണ്. അതൊന്ന് കണ്ടു. പൂപ്പി ആകെ അന്തം വിട്ട കണി കണ്ടിട്ട്. പിന്നെ ആണെങ്കിൽ പടങ്ങ് പൊട്ടുന്ന പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അതിനുശേഷം ഉച്ചഭക്ഷണം എല്ലാം റെഡിയാക്കിട്ടോ. 1 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ചോറ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സദ്യയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ശർക്കരപ്പേരും പഴമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കിയത് തോരന് പയറാണ്. പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടിയാണ്. ബീട്രൂട്ട് പച്ചടി ഞാൻ രാത്രി ആണ് ഉണ്ടാക്കിയത്. പിന്നെ അവിയലുണ്ട്, പപ്പടമുണ്ട്, ഓലനുണ്ട്. മത്തങ്ങൻ്റെ ഓലനാണ്. പിന്നെ ചോറ് വിളമ്പി. കുറച്ചും കൂടി ചോറിടെ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസം ഇന്ന് ഉണ്ടാക്കിയത് ചെറുപയർ പരിപ്പാണ്. അങ്ങനെ നമ്മൾ വിഷു സദ്യയൊക്കെ കഴിച്ചു. നമ്മൾ ആദ്യത്തെ വിഷുവിനെ വീട്ടിൽ തന്നെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എന്താ പറയുക, ഫുഡൊക്കെ ബാലൻസ് ഉണ്ടാവില്ല. പിന്നെ 3ാമത്തെ വിഷുവിനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട് എത്താനായിട്ടുണ്ട്. ഇത് 2 ആഴ്ച മുന്നേ പെയ്ത മഴവെള്ളമാണ്. അപ്പോൾ ഞങ്ങളെ വീടാണ് കേട്ടോ ഇത്. നമ്മുടെ കൂടെ പൂപ്പി വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഊറ്റണുള്ളൂ. ഇത് ഞണ്ടുകറി കേട്ടോ. ഞണ്ടുകറി എനിക്കുള്ളതാണ്. ഞാൻ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ 2:30ക്കാണ് കേട്ടോ ഇല കെട്ടത്. പെരിയുണ്ട്. പിന്നെന്താണുള്ളതമ്മ? അവിയലുണ്ട്. ചോറ്. ഇന്നലെ കഴിഞ്ഞിട്ട് അവിടെ സദ്യ. ഇന്ന് നോൺ വെജാണ്. പപ്പടം, അയില ഫ്രൈ ചെയ്തതാണ്. ഞങ്ങളിവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ അയില മേടിക്കും. എന്നിട്ടൊക്കെ ഫ്രൈ ചെയ്തതാണ്. പിന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിന്ന് പായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചോറൊക്കെ കഴിക്കാൻ പോവാണേ. ഇത് ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ. ആദ്യം ആണുങ്ങളൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളെ ഇരുത്തിയിട്ടുണ്ട് കൂടെ. അപ്പോൾ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ചെക്കപ്പോകാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവർ കഥകളൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇവർ ഫുഡ് കഴിക്കാതിരുന്നിക്കണം. അങ്ങനെ 3 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങളിതാ ഫുഡ് കഴിക്കുന്നത്. നമ്മളിതാ ചോറെല്ലാം കഴിച്ചു. നമ്മൾ റീൽസും ഫോട്ടോസും ഒക്കെ എല്ലാവരും എടുക്കാൻ. പിന്നെ ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. ആദ്യം പ്ലാൻ ചെയ്തത് ബീച്ചിലേക്ക് പോകാമെന്നാണ്. പക്ഷേ ഒരുവിധം ആൾക്കാർക്ക് ബീച്ചിൽ പോകാൻ താല്പര്യമില്ല. സിനിമയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോഹിനിയാട്ട സിനിമ മല്ലികയിലാണ് കളിക്കുന്നത്, ഫറോക്കിലുള്ള. അങ്ങനെ ഞങ്ങൾ അവിടെ ബുക്ക് ചെയ്തു. സിനിമകളിലൊക്കെ എത്തി. പകുതിയായപ്പോൾ തന്നെ ആർക്കും സിനിമയോട് വലിയ താല്പര്യമില്ല കേട്ടോ. എന്തായാലും ഞങ്ങളതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ ഒരു 10 മണിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിനിമ ബോറായ പ്രശ്നം ഉള്ളത് കൊണ്ട് എല്ലാവരും പ്ലാൻ ചെയ്തു നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാമെന്ന്. അന്നേരം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ രണ്ടാമതും വീട്ടിലേക്ക് വന്ന് പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 11 മണിക്കായിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകട്ടോ.
രാത്രി ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ പോകാൻ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ സിനിമൻ്റെ ഹാങ് ഓവറൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ കോഴിക്കോട് ബീച്ചിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകളാണ് കേട്ടോ ഈ 11:30 സമയത്ത് ഇവിടെ ഉള്ളത്. നമ്മൾ പകലെ എത്ര ആൾക്കാരാണോ കാണുന്നത് അതേപോലെ തന്നെ രാത്രിയിലും ആളുകളുണ്ട്. പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ചെയ്യുന്നു. കൂടാതെ ഇവിടെ ആ സമയത്ത് ഒരു ബീച്ച് ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നേരെ ഞങ്ങൾ കടൽ തീരത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കൂടെ കുറേ നടന്നു. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ. അവിടെ ഇരിക്കാൻ എന്തായാലും അടിപൊളി വൈബാണ്. കൂടാതെ നല്ല കാറ്റാണ്. വീട്ടിലൊക്കെ പോകുമ്പോൾ നല്ല ചൂടല്ല. പിന്നെ കുറേ ആളുകൾ ഇതാ കടപ്പുറത്ത് നിന്ന് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കണമുണ്ട്. വലിയ വലിയ ആളുകളാണ് കുളിക്കുന്നത്. വിചാരിക്കട്ടെ ഈ 1 മണി സമയത്ത് എത്ര ആളുകളാണ് ഈ ബീച്ചിലുള്ളതെന്ന്. ഇപ്പം നല്ല ഉറക്കേണ്ട സമയമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് റീൽസ് എടുക്കാൻ നോക്കിയിട്ടോ. പക്ഷേ ഫേസ് ഒന്നും ക്ലിയർ ഇല്ല. ഞങ്ങൾ ടോർച്ചൊക്കെ തെളിച്ചിട്ടാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ ഒരു 1:30 ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഞങ്ങൾ ഐസ്ക്രീമും കടമുട്ടയും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ കഴിച്ച് നേരെ 2 മണിക്കാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിഷു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.